വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റൊരു ടോപ്പിക് കൂടി ഇന്നങ്ങ് പഠിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും അവസാനം പരീക്ഷ എഴുതി മാറി. സോ പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരുപാട് പേര് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് പോയി. കാരണം അവസാനത്ത് നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് നല്ല മാർക്ക് മാത്സിനകത്ത് സ്കോർ ചെയ്യാൻ സാധിച്ചതായിട്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നു വരുവാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളത് ലൈവ് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ക്ലോക്കിന്റെ ചോദ്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ ചോദിച്ച ആ ചോദ്യം പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഉടനെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. സോ നിങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകണ്ട, നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. പരാജയങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിലെ. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവസാന ഘട്ടം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. പരാജയപ്പെടാതെ ആരും ഇന്നേ വരെ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ പരാജയങ്ങളും അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് തന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഓരോ ദിവസങ്ങളും നിർണായകമാണ് നമ്മുടെ ജീവിതത്തിലെ. ജോലി കിട്ടുന്നിടം വരെയും പഠിക്കണം. ജോലിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്നുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഒരു കാരണവശാലും അതിനകത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവം ചെയ്യരുത്. മുമ്പോട്ട് പോവുക, നല്ല പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോവുക. അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ നമ്മൾ സർവീസിലേക്ക് കയറും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്ന് വീണ്ടും 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 നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ, അതായത് ഓഗസ്റ്റ് മാസം 25-ാം തീയതി നടന്ന നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. When the clock's time is 9:20, what is the angle between the hands of the clock? അതായത് ഇവിടെ മക്കളെ 9:20 എന്ന് പറയുന്ന സമയം കണ്ടോ, 9:20. ഈ 9:20 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിന്റെ മിനിറ്റ്, മണിക്കൂർ സൂചികൾക്കിടയിലെ കോൺ അളവ് എത്ര, ആംഗിൾ എത്ര എന്നാണ് ചോദിച്ചത്. സമയം 9:20 ആണ്. ആ 9:20 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾക്കിടയിലെ കോൺ അളവ് എത്ര എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ ക്ലോക്കിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. എന്താണ്? അതായത് ക്ലോക്കിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുത്തോ, വൃത്തിയായിട്ട് എഴുതിയെടുത്തോ. ഒരു മാർക്കാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m ആണ് ഇക്വേഷൻ. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം, വൃത്തിയായിട്ട് എഴുതി എടുത്തോണം. ക്ലോക്കിലെ ഒരു സമയം തന്നിട്ട് മിനിറ്റ്, മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്ന് ചോദിച്ചാല് ഇക്വേഷൻ 30h - 11/2 m. h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പറും m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പറുമാണ്. h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്, m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോ 9:20 ആണെങ്കിൽ എച്ചിന്റെ അവിടെ 9 എന്ന് കൊടുക്കുക, എമ്മിന്റെ അവിടെ 20 എന്ന് കൊടുക്കുക. അവർ ഹാൻഡ് നമ്പർ ഇവിടെ കൊടുക്കുക, മിനിറ്റ് ഹാൻഡ് നമ്പർ അപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാല് ക്ലോക്കിലെ ഏതൊരു സമയം തന്നിട്ടും അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലുള്ള സംഭവം റെഡിയായി. ഇനി 2-3 കാര്യങ്ങൾ എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞു തരാം, വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, എടാ പൂർണ്ണമായ സമയം ആണെങ്കില് പൂർണ്ണമായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മണി, 2 മണി, 3 മണി, 4 മണി അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണെങ്കിൽ, അതായത് മിനിറ്റ് നമ്പർ 0 ആണെന്ന് കരുതുക. 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 7 മണി, 8 മണി അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 30h മാത്രം ചെയ്താൽ മതി. 30h മാത്രം ചെയ്താൽ മതി. മറന്നുപോലെ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, 1 മണി എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾക്കിടയിലെ കോൺ അളവ് എത്ര?
1 മണി എന്ന് പറഞ്ഞ പൂർണ്ണമായ സമയമല്ലേ? ഇക്വേഷൻ എന്തോ 30H. എച്ചിന്റെ വില 1, അവർ ഹാൻഡ് നമ്പർ 1 ആണ്. 30H എന്ന് പറഞ്ഞാൽ 1 ആണ്. 30 × 1 30 എന്ന് വരും. ആൻസർ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 3 മണി എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? 3 മണി. അപ്പോഴും 3 മണി എന്ന് പറഞ്ഞാല് നമുക്കറിയാം പൂർണ്ണമായ സമയമാണ്, 30H ആണ്. 30 എച്ചിന്റെ വില, എച്ച് എന്ന് പറഞ്ഞ അവർ ഹാൻഡ് നമ്പർ 3 ആണ്. 30 × 3 ഉത്തരം 90 ഡിഗ്രി, 90 ഡിഗ്രി. കണ്ടോ? അങ്ങനെയാണെങ്കിൽ 7 മണി എന്ന് പറയുന്ന സമയം, 7 മണി എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? 7 മണി. 7 മണി എന്ന് പറഞ്ഞ സമയവും പൂർണ്ണമായ സമയമാണ്, മിനിറ്റ് നമ്പർ 0 ആണ്. ഇക്വേഷൻ 30H ആണ്. അതായത് 30 എച്ചിന്റെ വില 7 ആണ്. 30 × 7 3 7 21 210 ഡിഗ്രി എന്ന് വരും. കാരണം കോണളവ് നമ്മൾ ഡിഗ്രിയിലാണല്ലോ പറയുന്നത്. ഉത്തരം 210 എന്ന് വരും. ചില സമയത്ത് ഈ 210 എന്ന് പറഞ്ഞ സംഖ്യ ഓപ്ഷനകത്ത് കാണാറില്ല. അതായത് കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും എന്നാൽ ഓപ്ഷനകത്ത് ആൻസർ കാണത്തില്ല. ചില സമയത്ത് ഉണ്ടെങ്കിൽ 210 തന്നെയാണ് ആൻസർ, ഒരു തർക്കമില്ല, 210 തന്നെയാണ് ആൻസർ. പക്ഷെ ചില സമയത്ത് ഈ 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, ക്ലോക്കിന്റെ ഹാഫ് ആണ് 180. എടാ മക്കളെ, 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഓപ്ഷനകത്ത് ആൻസർ ഇല്ലെങ്കിൽ 360 കിട്ടിയ ഉത്തരം കുറയ്ക്കണം. മറന്നുപോലെ, കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും ഓപ്ഷനകത്ത് ആൻസർ ഇല്ലായിരിക്കുകയും ചെയ്താൽ 360 കിട്ടിയ ഉത്തരം കുറയ്ക്കണം. 360 നിന്ന് കിട്ടിയ ഉത്തരം കുറയ്ക്കണം. അപ്പൊ 360 210 അങ്ങോട്ട് കുറയ്ക്കണം. 360 210 കുറച്ചു കഴിഞ്ഞാല് 6 1 പോയ 5 വരും, 3 2 പോയ 1, ഉത്തരം 150 ഡിഗ്രി എന്ന് വരും ആൻസർ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി. അതായത് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30H - 11/2 m ആണ്. പൂർണ്ണമായ സമയമാണെങ്കിൽ 30H മാത്രം ചെയ്താൽ മതി. കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും ഓപ്ഷനകത്ത് ആൻസർ ഇല്ലെങ്കിൽ 360 കിട്ടിയ ഉത്തരം കുറയ്ക്കുക എന്നുകൂടി ഓർത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, തന്നിരിക്കുന്ന സമയം 12 മണിക്ക് 1 മണിക്കും ഇടയിലാണെങ്കിൽ, തന്നിരിക്കുന്ന സമയം 12 മണിക്ക് 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 m മാത്രം ചെയ്താൽ മതി. 11/2 m മാത്രം ചെയ്താൽ മതി. 11/2 m മാത്രം ചെയ്താൽ മതി. തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 m മാത്രം ചെയ്താൽ മതി. എക്സാമ്പിൾ പറഞ്ഞാല് 12:20 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ 12:20 എന്ന് പറയുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് 11/2 m മാത്രം ചെയ്താൽ മതി. 11/2 × m എന്ന് പറഞ്ഞ മിനിറ്റ് നമ്പർ ആണ്, മിനിറ്റ് നമ്പർ 20 ആണ്. സോ മിനിറ്റ് നമ്പർ 20 ആണ്. 2ഉം 20ഉം കൂടെ വെട്ടിയാൽ 10 വരും. 11 × 10 ഉത്തരം 110 ഡിഗ്രി എന്ന് വരും ആൻസർ. കണ്ടോ? കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന സമയം 12 മണിക്ക് 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 m മാത്രം ചെയ്താൽ മതി എന്നുകൂടി ഓർത്തിരിക്കണം. അപ്പോൾ 12:30 12:40 അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണെങ്കിൽ 11/2 m മാത്രം ചെയ്താൽ മതി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ മക്കളെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ മേലെ വരുന്നത് തുടക്കം 12 മണി. 12 മണി എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ മേലെയാണ്. അതിനിടയിൽ ഒരു ആംഗിളും ഇല്ല, 0 ഡിഗ്രിയാണ്. 12 അല്ല, 12ന് ശേഷം വരുന്നത് പിന്നെ ഏതാ? 1:05. 1:05 എന്ന് പറയുന്ന സമയം മനസ്സിൽ കൊണ്ടുപോവാം. 1:05 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ മേലെ അല്ലേ?
നമ്മൾ നോക്കുമ്പോൾ മേലെ മേലെയാണ്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതായത് സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ 1 5, അതേപോലെ 2 10, അതേപോലെ 3 15, 4 20 ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ മനസ്സിൽ കൊണ്ടുപോവാ. 5 25, 6 30, 7 35, 8 40, 9 45, 10 50, 11 55 അത്രേ ഉള്ളൂ. ഇത്രയും സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള സമയങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി, മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി, മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി, മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു 1 5 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? 1 5 മിനിറ്റിന്റെ പകുതി എടുത്താൽ പോരെ. 5ന്റെ പകുതി, എടാ 5ന്റെ പകുതി ഉത്തരം 2.5 ഡിഗ്രി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, കഴിഞ്ഞു. അതേപോലെ 3 15, 3 4, 3 15, 15ന്റെ പകുതി 7.5 ഡിഗ്രി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ. അല്ലെങ്കിൽ 4 20 എന്ന് പറഞ്ഞ സമയം 20ന്റെ പകുതി 10. കണ്ടോ. അപ്പോൾ സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ഈ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഒന്ന്, ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m ആണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പൂർണ്ണമായ സമയമാണെങ്കിൽ 30h മാത്രം ചെയ്താൽ മതി. തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 m മാത്രം ചെയ്താൽ മതി. സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളായ 1 5, 2 10, 3 15, 4 20, 5 25 അങ്ങനെ പോയി 11 55 ഇങ്ങനെയുള്ള സമയങ്ങളാണെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. എല്ലായ്പ്പോഴും കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും എന്നാൽ ഓപ്ഷനകത്ത് ആൻസർ ഇല്ലെങ്കിൽ 360 കിട്ടിയ ഉത്തരം കുറയ്ക്കുക. ഈ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ചോദ്യം ഉത്തരമായി. ചോദിച്ചത് 9:20 ആണ് ചോദിച്ചത്. നമുക്കറിയാം ഇതൊരിക്കലും പൂർണ്ണമായ സമയമല്ല, 12 മണിക്കും 1 മണിക്കും ഇടയിൽ വരുന്ന സമയമല്ല, സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭമല്ല. അപ്പൊ നമ്മുടെ മെയിൻ ഇക്വേഷൻ ഏതാണ്? 30h - 11/2 m. 30h - 11/2 m ആണ്. h എന്ന് പറഞ്ഞ അവർ ഹാൻഡ് നമ്പർ 9 ആണ്. അപ്പൊ 30 × 9 എന്ന് വരും, -11/2 ഇവിടെ മക്കളെ എമ്മിന്റെ വില മിനിറ്റ് നമ്പർ 20 ആണ്. മിനിറ്റ് നമ്പർ 20, 2ഉം 20ഉം കൂടെ വെട്ടിയാൽ 10 വരും. കാരണം 2ന്റെ 10ാമത്തെ മൾട്ടിപ്പിൾ ആണ് 20. 30 9ഉം കൂടെ ഗുണിച്ചാൽ 3 9 27 270 വരും. -11ഉം 10ഉം കൂടെ ഗുണിച്ചാല് 110 എന്ന് വരും. 270 നിന്ന് 110 കുറച്ചാല് 7 1 പോയാൽ 6 വരും. 2 1 പോയാൽ 1 വരും. ഉത്തരം 160 ഡിഗ്രി ആണ്. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 160 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഇതായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം 10:30 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 30h എന്ന് പറഞ്ഞ അവർ ഹാൻഡ് നമ്പർ 10 ആണ്. 30h -11/2 എമ്മിന്റെ വില മിനിറ്റ് നമ്പർ 30 ആണ്. 30. എടാ കുഞ്ഞുങ്ങളെ 2 30ഉം കൂടെ വെട്ടിയാൽ 15. 2ന്റെ 15ാമത്തെ മൾട്ടിപ്പിൾ ആണ് 30. 30ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 30നെ 10 കൊണ്ട് ഗുണിച്ചാൽ 300. ഒരു സംഖ്യ 10 കൊണ്ട് ഗുണിക്കുക, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 300 മൈനസ് 11ഉം 15ഉം കൂടെ ഗുണിച്ചാൽ 11 × 15 165. 11ഉം 15ഉം കൂടെ ഗുണിച്ചാല് 165. 300 നിന്ന് 165 കുറയ്ക്ക്. 300 നിന്ന് 165 അങ്ങോട്ട് കുറച്ചാട്ടെ. 10 ന്ന് 5 പോയ 5 ആയി. 9 ന്ന് 6 പോയ 3 ആയി. 2 ന്ന് 1 പോയ 1. ഉത്തരം 135 ഡിഗ്രി എന്നുള്ളതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ആൻസർ കിട്ടുന്ന കണ്ടോ. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം ഇതാണ്, 9:20 എന്ന് പറയുന്ന സമയം. അങ്ങനെയാണ് നമുക്ക് ചെയ്യാം. 30 എച്ചിന്റെ വില 9 ആണ്, മൈനസ് 11/2 ഇൻറ്റു എമ്മിന്റെ വില 20, മിനിറ്റ് നമ്പർ 20 ആണ്. രണ്ടും 20 കൂടെ വെട്ടിയാൽ 10. 2ന്റെ 10ാമത്തെ മൾട്ടിപ്പിൾ ആണ് 20. 30 ഇൻറ്റു 9 3 9 27 270 എന്ന് വരും, മൈനസ് 11 ഇൻറ്റു 10 110 എന്ന് വരും. 270 110 കുറയ്ക്കണം. 7 1 പോയ 6 വരും, 2 1 പോയ 1. ഉത്തരം 160 ഡിഗ്രി എന്ന് വരും. അപ്പൊ തൊട്ടടുത്ത് താഴെ കിടക്കുന്ന 2:40 ഒന്ന് ചെയ്തു നോക്കുക, 7:50 ഒന്ന് ചെയ്തു നോക്കണം, അതേപോലെ 8:15 ഒന്ന് ചെയ്തു നോക്കണം. ചിലപ്പോൾ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് നമ്പർ ആൻസർ ആയിട്ട് വരും. സോ നെഗറ്റീവ് നമ്പർ ആൻസർ ആയിട്ട് കിട്ടിയാൽ നെഗറ്റീവ് സൈൻ അങ്ങ് ഒഴിവാക്കി പറഞ്ഞാൽ മതി കേട്ടോ. നെഗറ്റീവ് സൈൻ ഒഴിവാക്കി പറയണം. എല്ലായ്പ്പോഴും എവിടെയെങ്കിലും കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ 360 നിന്ന് ആ കിട്ടിയ ഉത്തരം കുറച്ചിട്ടാണ് ആൻസർ നിങ്ങൾ പറയേണ്ടത്. അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ 2:40 ആൻസർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 7:50 ആംഗിൾ എത്ര എന്നുള്ള കാര്യവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 8:15 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ഇടണം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, അപ്പം ഇത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? കോണളവ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹോംവർക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങളും ചെയ്ത് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വേണം. മൈനസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, മൈനസ് സൈൻ ഒഴിവാക്കി പറഞ്ഞാൽ മതി. അതേപോലെ കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ 360 കുറച്ചുകൊണ്ടുള്ള ആൻസറാണ് അവിടെ പറയേണ്ടത്. പിന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ക്ലോക്കിലെ ഒരു സമയം തന്നിട്ട് അത് കണ്ണാടിയിൽ കൂടിയുള്ള പ്രതിബിംബ സമയം എത്ര, മിറർ ഇമേജ് എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ ഇവിടെ കണ്ടോ 11:15 എന്ന് പറഞ്ഞ സമയം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ടൈം ഇൻ ഇറ്റ്സ് മിറർ? കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ എന്താണ് അവസ്ഥ? 11:15 എന്ന് പറയുന്ന സമയം, ഇതാണ് ക്ലോക്ക് കണ്ടോ, ഇതാണ് ക്ലോക്ക്. 11:15 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ണാടിയിൽ കൂടി നോക്കുവാണ്, കണ്ണാടി നമ്മൾ ഇവിടെ വെച്ചു, ഇവിടെയാണ് നമ്മുടെ കണ്ണാടി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ യഥാർത്ഥ സമയം എത്ര? കണ്ണാടിയിൽ കൂടി നോക്കും, ഇതാണ് യഥാർത്ഥ സമയം. കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ഇമേജ് അല്ലെങ്കിൽ മിറർ ഇമേജ് എന്ന് പറയും. ആ മിറർ ഇമേജ് എത്ര എന്നാണ് ചോദ്യം. ഒന്നുമില്ലടാ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അല്ലേ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അല്ലേ? ആണ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞാല് 23 മണിക്കൂറും 60 മിനിറ്റും ആണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ. 23 മണിക്കൂറും 60 മിനിറ്റും ആണ്. അതാണല്ലോ ഒരു ദിവസം 24 മണിക്കൂർ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, യഥാർത്ഥ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, അല്ലെങ്കിൽ മിറർ ഇമേജ് തന്നിട്ട് യഥാർത്ഥ സമയം എത്ര എന്ന് ചോദിച്ചാലോ 23:60 എന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. വേറൊന്നും ആലോചിക്കേണ്ട. പറഞ്ഞേ, 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. അത് ഏത് സമയമാണെങ്കിലും, അതായത് യഥാർത്ഥ സമയം തന്നിട്ട് മിറർ ഇമേജ് ചോദിച്ചാലോ, മിറർ ഇമേജ് തന്നിട്ട് യഥാർത്ഥ സമയം ചോദിച്ചാലോ ഒന്നുമില്ല, ഏതാണെങ്കിലും 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. അപ്പോൾ 23:60 നിന്ന് തന്നിരിക്കുന്ന 11:15 കുറയ്ക്കുക. 11:15 കുറയ്ക്കുക. 10 5 പോയാൽ 5 ആണ്. പിന്നെ അവിടെ 5 5 1 പോയാൽ 4 വരും. 3 1 പോയാൽ 2 ആണ്. 2 1 പോയാൽ 1. ഉത്തരം 12:45. ദാറ്റ് ഈസ് 12:45 എന്നുള്ളതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോ അവര് പറയാണ് മിറർ ഇമേജ് ഈസ് 11:15. വാട്ട് ഈസ് ദ റിയൽ ടൈം അല്ലെങ്കിൽ കറക്റ്റ് സമയം എത്ര എന്ന് ചോദിച്ചാലും ഒരു മാറ്റവും ഇല്ല. ആൻസർ 12:45 തന്നെ.
അപ്പോൾ ശരിയായ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, മിറർ ഇമേജ് തന്നിട്ട് ശരിയായ സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക, 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 3:45 നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിപ്പോ മേ ബി ഇറ്റ്സ് എ റിയൽ ടൈം, ദെൻ ഫൈൻഡ് ദ മിറർ ഇമേജ്. അല്ലെങ്കിൽ മിറർ ഇമേജ് ഈസ് 3:45, വാട്ട് ഇസ് ദ റൈറ്റ് ടൈം എന്ന് ചോദിക്കാം. 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. 23:60 നിന്ന് തന്നിരിക്കുന്ന 3:45 കുറയ്ക്കുക. 3:45 കുറയ്ക്കുക. ഇവിടെ മക്കളെ 10-5 പോയ 5, പിന്നെ അവിടെ 5, 5-4 പോയ 1, പിന്നെ 3-3 പോയ 0, 2, 20-15. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ 20-15 റെയിൽവേ സമയമാണ്. റെയിൽവേ സമയമാണെങ്കിൽ അതിന് തുല്യമായ സമയം നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം റെയിൽവേ സമയം എന്ന് പറഞ്ഞാൽ 13 മണി, 14 മണി, 15 മണി, 16 മണി, അതൊക്കെയാണ് റെയിൽവേ സമയം. 13 മണി എന്ന് പറഞ്ഞാൽ 1 മണിയാ, 14 മണി എന്ന് പറഞ്ഞാൽ 2 മണിയാ, 15 മണി എന്ന് പറഞ്ഞാൽ 3 മണിയാ, 16 മണി എന്ന് പറഞ്ഞാൽ 4 മണിയാ. അങ്ങനെയാണെങ്കിൽ 20 മണി എന്ന് പറഞ്ഞാല് 8 മണിയല്ലേ? അപ്പൊ ഉത്തരം 8:15 എന്ന് വരും ആൻസർ. അത്രേ ഉള്ളു പരിപാടി. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും സാറേ എന്നാ പിന്നെ 11:60 എടുത്ത 11:60 കുറച്ചപ്പോരെ, അപ്പൊ 2 ഇക്വേഷൻ കാണാൻ പഠിക്കണ്ടേ? ഇതാവുമ്പോ ഒറ്റ ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി. 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക, കിട്ടുന്നത് റെയിൽവേ സമയമാണെങ്കിൽ മാത്രം ഒന്ന് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ കണ്ടോ 9 മണി നോക്കാം. 23:60 നിന്ന് 9 മണി അങ്ങോട്ട് കുറച്ചു, 0-6. 13 നിന്ന് 9 പോയാൽ 4 വരും, പിന്നെ അവിടെ 1 ആണ്, 1 നിന്ന് 0 പോയാൽ 1. 14:60. 14:60 എന്ന് പറഞ്ഞാൽ 15 മണി. 15 മണി എന്ന് പറഞ്ഞാൽ 3 മണി. അപ്പൊ ഉത്തരം എന്തുവാ? 3 മണി എന്നങ്ങ് എഴുതിയാൽ മതി. ആൻസർ 3 മണി. ഇത്രേ ഉള്ളു പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. 7:40 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിറർ ഇമേജ്, യഥാർത്ഥ സമയം 7:40, വാട്ട് ഈസ് ദ റിഫ്ലക്റ്റഡ് ഇമേജ് അല്ലെങ്കിൽ മിറർ ഇമേജ് എത്ര? അതുപോലെ മറ്റൊരു ചോദ്യം 2:30 എന്ന് പറയുന്ന സമയം കൂടി നിങ്ങളുടെ മുമ്പിലെ ഹോംവർക്ക് ആയിട്ട് വിടുവാണ്. അപ്പം അവിടെയും ആംഗിൾ കണ്ടുപിടിക്കാനും ഉണ്ടായിരുന്നു, അതേപോലെ മിറർ ഇമേജിന്റെ ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ്, പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാണ്, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവും, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്യുവാണ്. ഫ്രം ദ ബേസ് ലെവൽ മുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പുതിയ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും കൃത്യമായിട്ട് എക്സാമുകൾ നടത്തി ഒരു മെന്റർ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. ആ കൃത്യമായ ആ ഒരു സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത നമ്മുടെ CSEB പരീക്ഷ കളർഫുൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ഓണമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഒരു സാധാരണ ബാങ്കിൽ ഇരുന്നുകൊണ്ട് ആഘോഷിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വളരെ ചെറിയൊരു സെഷൻ ആയിരുന്നു. അതായത് നമ്മൾ ഇന്ന് ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരാം, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10-12 ടൈപ്പ് ചോദ്യങ്ങളാണ് ആ ചാപ്റ്ററിനകത്തുള്ളത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എന്താണ് ചോദിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഹോംവർക്ക് ചോദ്യങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്. മാത്സ് നിങ്ങൾ അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കരുത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്നതാണ്. ഓരോ ദിവസങ്ങളും ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള ഒരു വിവരം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കമന്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ സജഷൻ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം. സോ ലൈവ് ഇന്ററാക്ഷൻ ആണ് അത്. അപ്പൊ അടുത്ത വീഡിയോയിൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.